നോമ്പുകാലം 3-ാം വാരം ഞായർ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 4, വാക്യങ്ങൾ 5 മുതൽ 42 വരെ. യേശുവും സമരിയാക്കാരിയും. ഇന്നത്തെ സുവിശേഷം സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ്. ഇത്ര ദീർഘമായ മറ്റൊരു സംഭാഷണം സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല. കിണറ്റിൻകരയിൽ വെച്ച് കാണുന്ന സമരിയാക്കാരി സ്ത്രീയല്ല സുവിശേഷം അവസാനിക്കുമ്പോൾ കാണുന്ന സമരിയാക്കാരി സ്ത്രീ. കിണറ്റിൻകരയിൽ വെച്ച് കാണുമ്പോൾ അവൾ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ സുവിശേഷം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു ശിഷ്യയായി അവൾ മാറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്താണ് ഈ മാറ്റത്തിനുള്ള കാരണം? അതിനുള്ള കാരണം കർത്താവുമായുള്ള കിണറ്റിൻകരയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയാണ്. കർത്താവുമായുള്ള ദീർഘമായ സംഭാഷണത്തിനൊടുവിൽ ക്രിസ്തുവിൽ രക്ഷകനെ കണ്ടെത്തുകയും ആ രക്ഷകനെ അവൾ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ആ സാക്ഷ്യം വഴി അനേകം പേരെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും അവൾ ചെയ്തു. സമരിയാക്കാരിയുടെ സാക്ഷ്യം കേട്ട് അനേകം പേർ കർത്താവിനെ കാണുവാനായി കർത്താവിൻ്റെ അടുത്ത് വരികയും തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ക്ഷണം സ്വീകരിച്ച കർത്താവ് അവരോട് കൂടെ 2 ദിവസം വസിക്കുകയും അനേകം പേർ വചനം ശ്രവിച്ച് അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിച്ചവരെല്ലാം യേശു ലോകരക്ഷകനാണെന്ന് അറിയുകയും ചെയ്തു. എല്ലാം തുടങ്ങുന്നത് ഒരു കൂടിക്കാഴ്ചയിൽ നിന്നാണ്. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ആരംഭിച്ച സുവിശേഷം സിക്കാർ എന്ന സമരിയാക്കാരുടെ പട്ടണത്തിലാണ് അവസാനിക്കുന്നത്. കർത്താവുമായുള്ള ആത്മാർത്ഥമായ മനസ്സ് തുറന്നുള്ള കൂടിക്കാഴ്ചയും സംഭാഷണവും എപ്രകാരമാണ് ഒരാളുടെ മനസ്സിന് അന്തരം വരുത്തുന്നതെന്ന് ഈ സുവിശേഷം വ്യക്തമാക്കുന്നു. കർത്താവുമായുള്ള കണ്ടുമുട്ടൽ പുതിയ വഴിയിലേക്കാണ് സമരിയാക്കാരി സ്ത്രീയെ നയിച്ചത്. തൻ്റെ പട്ടണത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച ഒരപ്പോസ്തലയായി അവൾ മാറ്റപ്പെട്ടു. ഈ നോമ്പുകാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ സമരിയാക്കാരി സ്ത്രീയെപ്പോലെ കർത്താവുമായി ഒരു സംഭാഷണം നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ കണ്ടുമുട്ടലിൽ നമ്മെ തന്നെയും നമ്മുടെ പോരായ്മകളെയും തിരിച്ചറിയുവാനും കർത്താവിനെ കൂടുതൽ അടുത്തറിയുകയും രക്ഷകനായി ഏറ്റുപറഞ്ഞ് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.